നമസ്തേ. ഭഗവത്ഗീതയിലെ 15-ാം അധ്യായമായ പുരുഷോത്തമ യോഗയിലെ 14-ാമത്തെ ശ്ലോകം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം. ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്, എല്ലാ ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഉൾക്കൊള്ളുന്നതും പുറന്തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ 4 വിധത്തിലുള്ള ഭക്ഷണങ്ങളെയും ദഹിപ്പിക്കുന്നു. ഇതിൻ്റെ ഭാവാർത്ഥം എന്തെന്നാൽ, ആയുർവേദ ശാസ്ത്രപ്രകാരം നമ്മൾ ഭക്ഷിക്കുന്നതെല്ലാം ദഹിപ്പിച്ചു പോരുന്ന ഒരു അഗ്നിയുണ്ട് നമ്മുടെ ഉദരത്തിൽ എന്ന് മനസ്സിലാക്കാം. ആ അഗ്നി വേണ്ടതുപോലെ എരിഞ്ഞില്ലെങ്കിൽ നമുക്ക് വിശപ്പ് ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വിശപ്പ് ഉണ്ടാകുകയുള്ളൂ. ദഹനേന്ദ്രിയങ്ങൾ വേണ്ടതുപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് ചികിത്സ തേടേണ്ടി വരുന്നു. എന്തായാലും പരമപുരുഷനായ ഭഗവാന്റെ പ്രതിനിധിയാണ് ആ അഗ്നി. ഭഗവത്ഗീത അനുസരിച്ച് ആഹാരം 4 തരം തിരിച്ചിരിക്കുന്നു: ഭക്ഷ്യം, പാനം, ലേഹ്യം, ചോഷ്യം. നമ്മൾ ചവച്ചരച്ചു കഴിക്കുന്നതെല്ലാം ഭക്ഷ്യമാണ്. നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളെല്ലാം പാനത്തിൽ ഉൾപ്പെടുത്താം. നാക്കാൽ ലേപിച്ചു കഴിക്കുന്നതെല്ലാം ലേഹ്യത്തിൽ ഉൾപ്പെടുന്നു. നമ്മൾ പഴുത്ത മാങ്ങയൊക്കെ വലിച്ചെടുത്ത് കഴിക്കാറില്ലേ? അതുപോലുള്ള ഭക്ഷണങ്ങളാണ് ചോഷ്യം എന്ന് പറയുന്നത്. ഈ 4 തരം ഭക്ഷണങ്ങളും ദഹിപ്പിക്കാനുള്ള ദഹനശക്തിയാണ് ഭഗവാൻ. നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഓരോ പ്രവർത്തനത്തിലും ഭഗവാൻ തരുന്ന ഊർജമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടെങ്കിലും നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഭഗവാനെ സ്മരിക്കണം. ഹരി ഓം.